അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ടാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ, മുസ്ലിം പള്ളിയിൽ പിന്നെ സ്വാതന്ത്ര്യ ദിനത്തില് പിന്നെ പതാക ഉയർത്തിയത് അള്ളാഹു അക്ബർ എന്നും പറഞ്ഞിട്ടാണ്. അതിന് ഒരു യുവതി പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ദൃശ്യം നിങ്ങൾക്ക് വെച്ചു തരാം. ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒരു സ്കൂൾ ഉടമ പറയുവാണ്, പനി ഉള്ള കുട്ടികൾ, കുറച്ച് കുട്ടികൾക്ക് പനിയായിരുന്നു ഒരു സ്കൂളിൽ. സ്വാതന്ത്ര്യ ദിനത്തിന് അവർക്ക് വരാൻ പറ്റിയില്ല. ആ വരാത്ത കുട്ടികളെ ആ സ്കൂളിന്റെ ഉടമ പറയുകയാണ് അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന്. ആ പറയുന്നതിന്റെ നടുക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതായത് പിന്നെ സ്വാതന്ത്ര്യ ദിന ദിവസം സ്കൂളിൽ പോകാത്തവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് എന്നാണ് സ്കൂൾ ഉടമ പറയുന്നത്. സ്വാതന്ത്ര്യ ദിന ദിവസം സ്കൂളിൽ പോകണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ വയ്യാണ്ട് കിടക്കുന്ന, പനി പിടിച്ച് വയ്യാണ്ട് കിടക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെ പോകാനാണ്? അതിനുശേഷം അൻസാരി സൂരി ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം കാണേണ്ടത് ഒരു യുവതി പള്ളിയിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു പതാക, ഇന്ത്യൻ ഫ്ലാഗ് കയറ്റുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് പിന്നെ എതിരെ ഒരു യുവതി വന്നിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ഫസ്റ്റ് കണ്ടിട്ട് വാ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഫ്ലാഗ് ഉയർത്താൻ മാത്രം ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയാവോ? ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ അങ്ങ് റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേ, അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനമാണെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫ്ലാഗ് ഉയർത്തുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഫ്ലാഗ് ഉയർത്തുന്നതിനോട് നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയവും സന്ദർഭവും കാര്യങ്ങളും ഒക്കെ ഇല്ലേ? അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. അത്രയും പറയാനുള്ളൂ. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു വിവാദമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. കുറെ പേര് പറയുന്നത് ആ പള്ളി എന്നേക്കുമായിട്ട് പൂട്ടിക്കണമെന്നാണ്. ആ ഉയർത്തിയത് ആരാണ്, അവരെ അറസ്റ്റ് ചെയ്യണമെന്നും ചിലര് പറയുന്നുണ്ട്. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ആരാണോ ആദ്യം കണ്ടത്, ഏത് പള്ളിയാണെന്ന് മനസ്സിലായവര് നേരെ ആ പള്ളിയിലെ കമ്മിറ്റിയിൽ വിളിക്കുക, എന്നിട്ട് അവരോട് പറയുക, ഉസ്താദെ നിങ്ങൾ ഈ കാണിച്ചത് വളരെ തെറ്റാണ്. നിങ്ങൾ പിന്നെ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷത്തില് പതാക ഉയർത്തുന്ന സമയത്ത് ജനഗണ പാടിയിട്ടാണ് അത് ഉയർത്തേണ്ടത്, അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെയല്ല ഉയർത്തേണ്ടതെന്ന് പറയുക. അങ്ങനെ മാന്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്തേനെ. അങ്ങനെ ചെയ്തത് തെറ്റാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു വർഗീയത ഇതായിട്ടല്ല പറയുന്നത്, ഒരു രാജ്യത്തിന്റെ ഒരു സംഭവമാണ്. അപ്പൊ ആ സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഉയർത്താതെ ജനഗണ പാടിയിട്ട് ഉയർത്തുന്നതായിരിക്കും നല്ലതെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായവും. സത്യം പറഞ്ഞാൽ ഇത് അറിവില്ലാത്ത ആൾക്കാർ, അവരെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഒരു പ്രായമായ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അറിയാതെ ചെയ്തു പോയതായിരിക്കാം. ഞാനൊരു വർഗീയത ഇവിടെ കൊണ്ടുവരാതിരിക്കാനാണ് ഈ പറയുന്നത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശരിക്കും ആരെങ്കിലും അവരെ പറഞ്ഞു അത് തിരുത്തുകയായിരുന്നു വേണ്ടത്. വെറുതെ ഇത് വലിയൊരു പ്രശ്നമാക്കി രാജ്യദ്രോഹത്തിന് കേസൊന്നും എടുക്കണ്ട, അതായിരിക്കും നല്ലത്. ശരിക്കും അവര് രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണല്ലോ അവര് ഫ്ലാഗ് ഉയർത്തിയത്. പിന്നെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അൻസാരി ദൂരി ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടിട്ട് വരാം. അമ്മയെ അറിയുന്നവർ വന്ദേ മാതരം പാടും, എതിർക്കുന്നവർ അമ്മയെ ആരെന്നറിയാത്തവരാണ്. കേരളക്കാരെ നൈസായിട്ട് തള്ളക്കുളിച്ചാണ്. വേറെ ആരുമല്ല, കേരള VC എന്തോ ആയിക്കോട്ടെ. സാറേ, ഈ വർഷം മുതലല്ലേ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം പാടാനുള്ള നിർദ്ദേശം വന്നത്? അപ്പൊ കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ ആരും അത് പാടിയിട്ടല്ലോ സ്വാതന്ത്ര്യ ദിനത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനം ഇല്ലേ? എന്ത് കളിയാണ്? സ്വന്തം മൂട്ടിൽ വന്ന് പടക്കം പൊടുന്ന എങ്ങനെയാണ് അല്ലേ? അപ്പൊ കഴിഞ്ഞ വർഷം വരെ ഇത് പാടാതിരുന്നത് നിങ്ങൾക്കും ഇതില്ലെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. പിന്നെ സാറേ, ഒരു കാര്യം വെട്ടി തുറന്ന് പറഞ്ഞേക്കാം. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അമ്മമാരുണ്ട്. അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ ഭാര്യ, ഞങ്ങളെ പ്രസവിച്ച, ഞങ്ങൾക്ക് അമ്മിഞ്ഞ പാല് തന്ന, ഞങ്ങളെ പോറ്റി വളർത്തിയ, ഞങ്ങളുടെ ജീവിതത്തിന്റെ നിഖിലാങ്കില മേഖലകളിലെല്ലാം ഞങ്ങൾക്ക് തുണയായിരുന്ന ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ പറമ്പിൽ കിടക്കുന്ന പുല്ലും തൊഴുത്തിൽ കിടക്കുന്ന പശുവും ഈ മണ്ണും വിണ്ണും അതിനെയൊക്കെ അങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് താല്പര്യം. സ്വന്തമായിട്ട് അമ്മയില്ലാത്ത, അമ്മ ആരെന്നറിയാത്തവർക്കാണ് ലോകത്ത് കാണുന്ന ഒക്കെ അമ്മയാണെന്നുള്ള തോന്നൽ വരിക. ഞങ്ങൾക്ക് സ്നേഹിക്കാൻ ഒരു അമ്മയുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി അമ്മ ആരെന്നറിയാത്തവർ അത് തെരഞ്ഞു നടന്നോളി. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അമ്മയുണ്ട്. പാടിക്കോ. അമ്മ മനസ്സ് തങ്ക മനസ്സ്, മുറ്റത്തെ പശുവിൻ അല്ലല്ല മുറ്റത്തെ തുളസി പോലെ. കമോൺ എവരിവൺ. എന്തായാലും അൻസാരി ഉസ്താദിന്റെ നല്ല കിടിലം മറുപടിയാണ്. പുള്ളിക്കാരൻ ഭയങ്കര കോമഡിയാണ് കേട്ടോ. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് ചിരിച്ചു പോകും പുള്ളിയുടെ ഓരോ സംസാര രീതി. എന്തായാലും അടിപൊളിയാണ്. ഒട്ടും ബോറടിപ്പിക്കാതെയാണ് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. ബാക്കിയും കൂടെ കാണാം. എന്റെ ദൈവമേ, ഇപ്പൊ ആഗ്രഹിക്കുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു ഗതികെട്ട അവസ്ഥ ഏതെങ്കിലും രാജ്യക്കാർക്കുണ്ടാ? കണ്ടു നോക്ക്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. തുടങ്ങട്ടെ. കാണാതെ അറിയത്തില്ല.
വന്ദേ മാ ആരാടാ ഈ സമയത്ത് വാട്സപ്പിൽ കോൾ ചെയ്യുന്നു? പോയി അത് പോയി വന്ദേ മാതരം സുജലാം സുഫലാം മലയജ സസ്യശ്യാമള മാതരം. ഇതിന്റെ ബാക്കി എന്താ സുമേഷേ? എടാ ഇത് പകുതിയേ ഉള്ളു, ബാക്കി ഇട്. അപ്പോഴേക്കും എല്ലാരും പോയാ? എടാ മോനെ കഴിഞ്ഞടാ, പോയിക്കോ. എല്ലാരും പോയി എല്ലാരും പോയി. വിട് വണ്ടി വിട്. പോയി കുളിച്ച് പല്ലി വെച്ച് പോയി കിടന്നുറങ്ങി. അല്ലേ എല്ലാരും ഇവിടെ നിന്ന് പോയി വെറുതെ അവിടെ കിടന്ന് അളിയുണ്ട. പോയിക്കോ. അപ്പോ വന്ദേമാതരം ഫുള്ളായിട്ട് പാടാഞ്ഞതിനാണ് പിന്നെ ഉസ്താദ് ട്രോൾ ചെയ്ത് കേട്ടോ. പിന്നെ ഇനി അടുത്ത സ്കൂൾ വിദ്യാർത്ഥികളോട് പറയുകയാണ് പാകിസ്ഥാനിലേക്ക് പോകാൻ. നാളെയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപം. സ്വാതന്ത്ര്യദിനത്തിൽ വീട്ടിലിരുന്നവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് സ്കൂൾ ഉടമ മാള ഡോക്ടർ രാജു ഇന്റർനാഷണൽ സ്കൂൾ ഉടമ ഡോക്ടർ രാജു ഡേവിസിന്റേതാണ് സന്ദേശം. വിവാദ സന്ദേശം പങ്കുവച്ചത് മാതാപിതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. നാണമുണ്ട് ഈ സ്കൂൾ ഉടമയ്ക്ക്? നീയൊക്കെ മനുഷ്യനാണോ? ഉളുപ്പുണ്ടോ? അല്ല, ഒന്ന് ആലോചിക്കേ. പനി പിടിച്ച് പിള്ളേർ കിടന്നുറങ്ങുമായിരിക്കും വീട്ടില്. ആ സമയത്ത് സ്കൂളിലേക്ക് സ്വാതന്ത്ര്യ ദിനത്തിന് സ്കൂളിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ എവിടത്തെ ഇതാണ്? ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷീന, അത് വിദ്യാർത്ഥികളെ എല്ലാം അധിക്ഷേപിക്കുകയാണ് സ്കൂൾ ഉടമ അതിലൂടെ ചെയ്തത്. അതും പാരന്റ്സിന്റെ ഗ്രൂപ്പിൽ തന്നെ ഇത്തരമൊരു ശബ്ദ സന്ദേശം ഇട്ടു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ? എന്താണ് ആ ഒരു സന്ദേശത്തിൽ പറയുന്നത്? മാള ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ സ്കൂളിന്റെ ഉടമ രാജു ഡേവിസ് ആണ് ഇത്തരത്തിലൊരു മെസ്സേജ് ഈ പാരന്റ്സിന്റെ ഗ്രൂപ്പിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 ലക്ഷം രൂപയുടെ പരിപാടികൾ സ്കൂളിൽ നടത്തിയിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കുട്ടികൾ എത്താത്തതിനാൽ തുടർന്ന്, അല്ലെങ്കിൽ ഈ കുട്ടികൾ എത്തിയില്ല എന്നുള്ള കാരണത്താൽ നാളെ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സ്കൂളിലെത്തുമ്പോൾ ആ മാതാപിതാക്കളെയും കൊണ്ട് സ്കൂൾ അധികൃതരെ കണ്ടതിന് ശേഷം, പ്രിൻസിപ്പലിനെ കണ്ടതിന് ശേഷം മാത്രം സ്കൂളിലേക്ക് കയറി. ഷീന, നമുക്ക് ആ റിപ്പോർട്ട് തുടരുന്നതിന് മുൻപ് നമുക്ക് എന്താണ് പറഞ്ഞതെന്നൊന്ന് കൃത്യമായി തന്നെ കേൾക്കാം. കുട്ടികളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള വിവരങ്ങളും, എന്തായാലും സ്വാതന്ത്ര്യ സമരം അവർക്ക് എങ്ങനെയാണ് നേടിത്തന്നെ അവർ സ്വാതന്ത്ര്യത്തിൽ നടക്കാനുള്ള ഇന്നത്തെ അവസ്ഥ, ഇതെല്ലാം മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ പകുതിയിലേറെ പേരൻസ് അവരെ കുട്ടികളെ വിട്ടിട്ടില്ല. അവരെ നാളെ ക്ലാസ് കേട്ടില്ല. അവർ വന്ന എക്സ്പ്ലനേഷൻ പറഞ്ഞ്, എന്നെ നേരിട്ട് കണ്ട എക്സ്പ്ലനേഷൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത് വളരെ മോശമായ ഏർപ്പാടാണ്. അവരൊക്കെ വേറെ വല്ല രാജ്യത്ത് വല്ല പാകിസ്ഥാനിൽ പോകേണ്ടതാണ്. അവർക്ക് ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവരില്ല. എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് വേണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് അത് ബഹുമാനമില്ലാതെയാണ് കുട്ടികളെ വന്നത്. അവരുടെ കുട്ടികളൊക്കെ ധിക്കാരികളും മോശക്കരമായി തീരുന്നതിന് കാരണം അവർക്ക് ഇതിനൊന്നും അവസരം നിങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അവരെ നാളെ ക്ലാസ്സിൽ എടുത്തില്ല. ആദ്യത്തെ ഒരു പീരീഡ് വരെ പുറത്ത് നിർത്തി ക്ലാസ്സിൽ എത്തണം. യെസ്, ഷീന മാർട്ടിൻ തുടരുന്നുണ്ട്. ഷീന, കുട്ടികൾ സ്കൂളിൽ വരാത്തതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അതിനപ്പുറത്ത് ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ എന്ത് അവകാശം എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ രക്ഷിതാക്കൾ? അതായത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പഠിക്കുന്ന, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, ഈ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പരാതിപ്പെട്ടാൽ ഈ ഉടമ എന്തെങ്കിലും പ്രതികാര നടപടികൾ ചെയ്യുമോ എന്നൊരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരത് തുറന്നു പറയാൻ മടിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഈ ശബ്ദ സന്ദേശത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്നവർക്ക് മനസ്സിലായതിനെ തുടർന്നാണ് ഇത് മാധ്യമങ്ങളെ അറിയിക്കാൻ തന്നെ ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ജിൽസി, ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം അയച്ചത് ഈ സ്കൂളിന്റെ ഉടമയാണ് എന്നുള്ളതാണ്. പ്രിൻസിപ്പളോ ബന്ധപ്പെട്ട അധികാരികളോ ടീച്ചർമാരോ അല്ല, ഈ സ്കൂളിന്റെ ഉടമയാണ് ഇത്തരത്തിൽ നേരിട്ട് സ്കൂളുകളിലെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു സന്ദേശം അയച്ചിട്ടുള്ളത്. 1 ലക്ഷം രൂപ ചെലവാക്കി ഞാൻ നടത്തുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ എത്തിയില്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പൊക്കോളൂ എന്നുള്ള തരത്തിലൊരു വിവാദമായ പ്രതികരണം, അല്ലെങ്കിൽ വിവാദമായ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ഇവരാരും ഈ ഇന്ത്യയിൽ ജീവിക്കാൻ
പ്രാപ്തരല്ല, അവരെല്ലാം അപര്യാപ്തമാണ് എന്നുള്ള ഒരു പ്രസ്താവന, അങ്ങനെ അതിലൊരു പ്രശ്നം അല്ലെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ട് എല്ലാ മാതാപിതാക്കളും നേരിടുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ പഠനത്തെ ഇത് ബാധിക്കുമോ, അല്ലെങ്കിൽ പരാതിപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ പഠനത്തെ, കുട്ടികളെ സ്കൂളിൽ നിന്നും പറഞ്ഞു വിടുന്ന രീതിയിലേക്കുള്ള പ്രതികാര നടപടിയിലേക്കൊക്കെ ഈ ഉടമ കടക്കുമോ എന്നുള്ള ഒരു ഭയവും ഈ രക്ഷിതാക്കൾക്കുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കേരളത്തിൽ ഒരു സ്കൂളല്ല, ഇഷ്ടം പോലെ സ്കൂളുകളുണ്ട്. ഈ സ്കൂൾ ഉടമയെ കെട്ടിയിട്ട് ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ വർഗീയത പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനൊരു മനുഷ്യനല്ലേ? അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ